മൊത്തം ഉള്ളത് അവിടേക്ക് ഷിബു വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിബു, കടുവയെ കൊല്ലാനുള്ള സാധ്യതകൾ ഉണ്ടോ, അതോ മയക്കുവെടി വെച്ചിരിക്കുന്നു, ഇപ്പോൾ മറ്റു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമമാണോ? രാവിലെ മുതൽ തന്നെ എന്തായാലും ഇന്ന് കടുവ കൂട്ടിലാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ പ്രതീക്ഷയ്ക്കൊടുവിലാണ് ശുഭവാർത്ത വന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിയോട് കൂടിയാണ് കടുവ കൂട്ടിൽ അകപ്പെട്ടതായുള്ള വിവരം പുറത്തു വരുന്നത്. ഉടൻ തന്നെ വനപാലകർ ഈ കൂട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വാഹനവുമായി ഇവിടെ എത്തുകയും ചെയ്തു. ഇതേസമയം വാഹനം കടത്തിവിടില്ല, ജീവനോടെ കടുവയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതിഷേധം. അവർ നേരത്തെ തന്നെ ഈ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ പ്രതിഷേധത്തെ തുടർന്നാണ് കടുവയെ വെടിവെച്ചു കൊല്ലുന്നതിനുള്ള ഉത്തരവ് ഇറങ്ങിയത്. ഈ ഉത്തരവിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഹൈക്കോടതി തന്നെ ഒരു ഇടപെടൽ നടത്തുകയും ഉണ്ടായി. അങ്ങനെ ഹൈക്കോടതി പോലും ഈ കടുവയെ വെടിവെച്ചു കൊല്ലുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും ദിവസം കാത്തിരുന്നെങ്കിലും വെടിവെച്ച് കൊല്ലാൻ പറ്റിയ ഒരു സാഹചര്യം ഒത്തുവന്നിരുന്നില്ല. പലതവണ ആളുകൾ നേരിട്ട് കടുവയെ കണ്ടിരുന്നു. അതുപോലെ തന്നെ പലതവണ വനപാലകരുടെ ക്യാമറയിൽ കുടുങ്ങിയിരുന്നു, നിരീക്ഷണ സംഘത്തിന്റെ ക്യാമറയിൽ കുടുങ്ങിയിരുന്നു, ഡ്രോൺ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും കടുവയെ വെടിവെച്ചു കൊല്ലാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ ഇതുവരെ വളരെ സാധാരണ നിലയിലുള്ള ജനങ്ങളെല്ലാവരും വളരെ ശാന്തമായാണ് പ്രതികരിച്ചിരുന്നത്. ഇന്നലെ മാത്രമാണ് അവർ വാഗേരിയിലെ മൂന്നാനക്കുഴിയിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നത്. അതിനിടയ്ക്ക് പ്രജീഷിന്റെ മൃതദേഹവും വെച്ച് പ്രതിഷേധം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ വാഗേരിയിൽ നിന്ന് കടുവ കൂട്ടിലായതിനു ശേഷമുള്ള ദൃശ്യങ്ങളാണ്. അവിടെ കനത്ത പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാകെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രജീഷിനെ, തങ്ങളുടെ കൂട്ടുകാരനെ, തങ്ങളുടെ വീട്ടുകാരനെ, തങ്ങളുടെ നാട്ടുകാരനെ കൊല ചെയ്ത കടുവയെ ജീവനോടെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികൾ അവിടെ എത്തിയിട്ടുണ്ട്. പൂതാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, IC ബാലകൃഷ്ണൻ MLA ഉണ്ട്. ഇപ്പോൾ കാണുന്നത് നമ്മൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഷിബു, ഇനി എന്താണ് തടസ്സം? കടുവയെ കൊല്ലാമെന്നുള്ള ഉത്തരവ് വരെ നിലനിൽക്കുന്നു. അതിനപ്പുറം കടുവയെ കൂട്ടിലായ സ്ഥിതിക്ക് ഇനി കടുവയെ കൊല്ലണ്ട എന്നുള്ള തീരുമാനം ആരെങ്കിലും കൈക്കൊണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് മതി എന്ന് ഒരു തീരുമാനം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതായത് കടുവയെ പിടികൂടുന്നതിനുള്ള ഉത്തരവായിരുന്നു ഉണ്ടായിരുന്നത്, വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഉത്തരവായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കടുവയെ കൂട് സ്ഥാപിച്ച് ജീവനോടെ കടുവ കൂട്ടിൽ അകപ്പെട്ടതിനാൽ കൂട്ടിലകപ്പെട്ട കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിന് നിയമം അനുശാസിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ പ്രത്യേക അനുമതി ഉന്നതാധികാരികളിൽ നിന്ന് വേണ്ടിവരും. നാഷണൽ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ നിയമങ്ങളും മറ്റും ചട്ടങ്ങളും ഉണ്ട്. അതുകൊണ്ട് ജീവനോടെ കടുവ കൂട്ടിലായതിനാൽ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുന്നത് സാധ്യമായുള്ള കാര്യമല്ല എന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിയമാനുസൃതമുള്ള അനുമതി കിട്ടാതെ കടുവയെ വെടിവെച്ചു കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെയാണ് സങ്കീർണമായ ഒരു പ്രതിസന്ധിയിൽ വനം വകുപ്പ് ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഉന്നതാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഇപ്പോൾ വനപാലകരുമായി ചർച്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ നൂറുകണക്കിന് ജനങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കൂടുതൽ ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. 144 പ്രഖ്യാപിച്ച സ്ഥലത്ത് നിരോധനാജ്ഞ ലംഘിച്ചാണ് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ. എങ്കിലും ഇപ്പോൾ വനം വകുപ്പും പോലീസും ജനങ്ങളും വലിയൊരു പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത്. ജനങ്ങൾ പറയുന്നത് ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന്. കൂട്ടിൽ ജീവനോടെ അകപ്പെട്ട കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമം പറ്റാത്തത് കൊണ്ട് നിയമത്തിന്റെ അനുമതിക്കായി ഒരു കാത്തിരിപ്പ് വനപാലകരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും കൂട് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ, കൂട് കയറ്റിയ വാഹനം ഇവിടെ നിന്ന് ഇപ്പോൾ കടത്തിക്കൊണ്ടുപോകാൻ ജനം സമ്മതിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശരി ഷിബു, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ AV വിജയൻ, കർഷക സംഘം നേതാവ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ വിജയൻ, എന്താണ് അവിടുത്തെ സാഹചര്യം? നാട്ടുകാരുടെ പ്രതിഷേധം ഉയരുന്നുണ്ട്. കടുവയെ വെടിവെച്ചു കൊല്ലണം എന്നുള്ള ആവശ്യം അവർ ശക്തമായി ഉന്നയിക്കുകയാണ്. എന്താണ് സ്ഥിതിവിശേഷം?